സ്വർണ്ണക്കടകളിലും ബാർബർ ഷോപ്പിലും പിന്നെ തുണിക്കടകളിലും ടയർ റൂമുകളിലും ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി ആവർത്തന പ്രതിഫലനം ഉപയോഗിച്ചാണ് കാണാറുള്ളത്. ഞാൻ തുണിക്കടയ്ക്ക് കുഴപ്പമില്ല സാർ, എന്നെ തന്നെ കുറേ എണ്ണമായി കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് മാജിക് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സയൻസ് ക്ലാസ്സിൽ സാർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ തത്വം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ തത്വം വളരെ രസകരമായിട്ട് കുട്ടികളെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. സാർ, ഈ എക്സ്പെരിമെന്റിന്റെ പേരാണ് ആവർത്തന പ്രതിഫലനം. മിനുസമുള്ള ഒന്നിലധികം പ്രതലങ്ങളിൽ പ്രകാശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിഫലനമാണ് ആവർത്തന പ്രതിഫലനം. ഒരു സമതല ദർപ്പണത്തിനുള്ളിൽ ഒരു വസ്തു വെച്ച് അതിന്റെ പ്രതിബിംബമാണ് സാർ നമുക്ക് കണ്ണാടിയിലൂടെ കാണാൻ സാധിക്കുന്നത്. പരസ്പരം സമാന്തരമായി ക്രമീകരിച്ച രണ്ട് ദർപ്പണങ്ങൾക്ക് മുന്നിൽ കത്തിച്ചു വെച്ച മേഖലയുടെ അനന്തമായ പ്രതിബിംബങ്ങളാണ് കാണാൻ കഴിയുക. നിക്ക് മതി